ഒന്നോടെ നിന്നാ മതി. എനിക്കതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണൂല, അങ്ങനെയൊക്കെയാണ്. കുറേ പേരെന്നെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു മീൻസ് എന്താ ഇങ്ങനെ MSc പോയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നൊരു കാര്യം എന്താ പറയാനുള്ള വെച്ചാൽ, ആളിപ്പോൾ വീഡിയോ ഒക്കെ നിർത്തിയിട്ടില്ല, ആള് ചെയ്യുന്നുണ്ട്. പക്ഷേ ആള് വ്ളോഗ് എന്താ എടുക്കാത്ത പറഞ്ഞാൽ ആള് തിരക്കിലാണ്. ആളതായ തിരക്കും കാര്യങ്ങളുണ്ട്, സമയമില്ല. ഉള്ള സമയം നമുക്ക് തികയുന്നില്ല. അത് മാത്രല്ല, വേറെ സംഭവം ഉണ്ട്. എന്താ വ്ളോഗ് ചെയ്യാത്ത? സമയമില്ലാത്ത മാത്രല്ലല്ലോ, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ നമ്മുടെ പ്രൊഫഷൻ അങ്ങനെ ഒരു സംഭവമാണ്. അവിടെ കുറേ കോൺഫിഡൻഷ്യാലിറ്റിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 2 വർഷം അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ വരുമ്പോൾ നന്നുകൊണ്ട് ഇങ്ങനെ എടുക്കുമെന്നല്ലാതെ എൻ്റെ ആ ലൈഫൊന്നും കാണിക്കാനുള്ള ഒരു പെർമിഷൻ എനിക്കില്ല. അതാണ് ആക്ച്വലി പ്രശ്നം. നല്ല വ്ളോഗ്സ് ഇടും ആള്. ഇവിടെ വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ ഇടൂല. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ചിലത് പോസ്റ്റ് ചെയ്യാൻ വിട്ടു വന്നിട്ട്, ഞാൻ തിരക്കുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കോഴ്സ് ഒന്ന് കഴിയട്ടെ. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഹോസ്റ്റലൊക്കെ നിർത്തിയപ്പോ വീട്ടിൽ ഒന്നോടെ നിന്നാ മതി. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും എൻ്റെ കംഫർട്ട് സോണിൽ നിന്നാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഫുൾ ടെൻഷനും കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എപ്പോൾ സ്റ്റഡി ലീവൊക്കെ ആകുമ്പോഴൊക്കെ എല്ലാം കെട്ടിപ്പുറക്ക് വീട്ടിൽ പോകലായിരുന്നു. അത് എൻ്റെ അമ്മയ്ക്കും എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതുപോലെ ഇപ്പം നിലവിലിപ്പോൾ എൻ്റെ കംഫർട്ട് സോൺ ഇതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ മതി. ഞാൻ ഇവിടെ നിന്നാലും എല്ലാം ചെയ്യും. അത് മതി എനിക്ക്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നാളെ പോകണം ഗൈസ്. പോസ്റ്റിങ്ങും ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വിശേഷങ്ങൾ പുറകെ പറയാം. ഇങ്ങനെ സമയം കിട്ടുന്ന പോലെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ അന്വേഷിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരോരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ കമൻറ്റിൽ കാണാം എന്നെ അന്വേഷിക്കുന്നത്, ഞാൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നത്. സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്നെ ഓർക്കുക, മറക്കാതിരിക്കുക. ഓക്കെ, ബൈ ഫ്രം ദേവു.